ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നിശ്ചയിച്ചിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞങ്ങൾ അവരുടെ അച്ഛനും അമ്മയൊക്കെ വന്ന സമയത്ത് ഞങ്ങളിത് വന്ന് മൈസൂരിൽ കാർ മ്യൂസിയം ഒന്ന് കാണാൻ വേണ്ടി പോകുന്ന തുടങ്ങിയതാണ്. ഞങ്ങൾ ഓൺ ദ വേയിലാണ് ഞങ്ങൾ നിയർ ടു രാമനഗര എന്ന് പറഞ്ഞ സ്ഥലത്തിന് അടുത്താണ്. ഞങ്ങൾ ചുമ്മാ ഇവിടെ ഒരു വലിയൊരു മല എൻ്റെ വീട് പുറകെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ട് ആ കാണുന്ന മല കണ്ടു കഴിഞ്ഞപ്പോൾ നിർത്തിയാണ്. വെട്ടത്തിന് കുറച്ച് കുറവുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മഴക്കോളുണ്ട്. നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ടത് ഇവിടെ അപർണ ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയിലാണ്. പറഞ്ഞേ എന്ത് പറയാനുണ്ട്? സദീപ് എന്താ ഇത്ര സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത്? സദീപ് ഭയങ്കര സ്റ്റഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പം നമ്മളിവിടുന്ന് രണ്ടുമൂന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പോകാൻ ഓർത്താണ്. അപ്പം നമ്മൾ വന്ന വഴിയിൽ നൈസ് റോഡിൽ കൂടെയാണ് വന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു. അപ്പം തന്നെ ഞങ്ങൾ ഫോട്ടോസ് ഒക്കെ എടുത്തു പോട്ടെ. അപ്പം നമ്മൾ പോകുന്നത് നൈസ് റോഡിൽ കൂടെ കേട്ടോ, മൈസൂരിന് പോകുന്നത്. അതാണെങ്കിൽ ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ പച്ചപ്പൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. നമ്മൾ കുറേ ഇങ്ങ് പോന്നു. നമ്മുടെ എക്സിറ്റ് എത്താറായി. ഇതാണ് കെങ്കേരിക്ക് അടുത്തുള്ള ഒരു എക്സിറ്റാണ് ഈ വരുന്നത്. ഇവിടെ നമ്മൾ എക്സിറ്റ് അടിച്ച് നേരെ സ്ട്രെയിറ്റ് കാണുന്ന വഴിയാണ് മൈസൂരിന് പോകുന്ന വഴി. അതാണെങ്കിൽ അത്യാവശ്യം നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് ആ ഒരു ഡ്രൈവ് നന്നായിട്ട് എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് മെട്രോ പോകുന്ന ഒരു പാലം. എന്താ ഇവിടെ ഒരു വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, വെൽക്കം ടു ബംഗളൂരു മൈസൂരു ഹൈവേ എന്നൊക്കെ പറഞ്ഞ്. ഇതാ റൈറ്റ് സൈഡിൽ കാണുന്ന കേട്ടോ മെട്രോ സ്റ്റേഷൻ. നമ്മൾ കുറേ ട്രാവൽ ചെയ്ത് മൈസൂർ ഹൈവേയുടെ ഫസ്റ്റ് ടോളിലെത്തി. ഫസ്റ്റ് ടോളിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളൊരു ടോളിൽ വന്നിട്ട് ഇത്രയും വണ്ടി കുറവ് കാണുന്നത്. ഇത്രയും വണ്ടി കുറവുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് മൂവ് ചെയ്യാനായിട്ട് പറ്റി കേട്ടോ. ഇതുണ്ടല്ലേ, ആ നാനോ വന്നു, അത് പെട്ടെന്ന് തന്നെ പോയി. അപ്പോഴത്തേക്കും നമ്മളവിടെ ചെന്നപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ നമ്മുടെ ഫാസ്റ്റാഗ് റീഡായി. നമ്മൾ മുന്നോട്ട് ഓടുന്നു. അത്യാവശ്യം നല്ല ടോൾ ചാർജ് ഉണ്ട് കേട്ടോ ആ വഴിയിൽ. പിന്നെ വഴി സൈഡിൽ കൂടെ ഒക്കെ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ക്യാമറയൊക്കെ സെറ്റാക്കി വന്നപ്പോഴത്തേനും അതെല്ലാം കഴിഞ്ഞു. അങ്ങനെ കുറേ നേരം മുന്നോട്ട് വന്ന സമയത്താണ് നമുക്കിത് ഈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ നിറയെ തെങ്ങ് കാണാൻ പറ്റി. കുറേ തെങ്ങൊക്കെ ഉണങ്ങിയ രീതിയിലാണ് നിന്നത്. പക്ഷേ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ തെങ്ങുണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ കണ്ടത് തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ ആട്ടോ ഏറ്റവും കൂടുതൽ തെങ്ങ് കണ്ടേക്കുന്നത്. പിന്നെ ഈ സ്ട്രെയിറ്റ് റോഡൊക്കെ ആണെന്ന് കാണുമ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി ഫീലിംഗ് ആണ്. അപ്പം ഞങ്ങൾ മൈസൂരത്തുള്ള മൈസൂർ കാർ മ്യൂസിയം പയണയിൽ ഞങ്ങളെത്തി. അത്യാവശ്യം നല്ല മഴ, ചെറുതായിട്ട് മഴ തോന്നുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കാറുകളൊക്കെ പാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി കാറുകൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താ അവിടെയാണ് കാണുന്നത്, അതാണ് കാണുന്ന സംഭവം. എനിക്കിവിടെ വേണ്ട, പോരെ, കുഴപ്പമില്ല. ചെറുതായിട്ട് മഴ തോന്നുന്നുണ്ട്. അവരിതേ കുടയൊക്കെ എടുത്തിട്ട് അത്യാവശ്യം നല്ല കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. നമുക്ക് ഏതായാലും അകത്തോട്ട് കയറിപ്പോയി നോക്കാം. ആ കാണുന്നതാണ് മ്യൂസിയം. വലിയൊരു ടയർ പോലെ വെച്ചേക്കുന്നുണ്ടല്ലേ, അതാണ് കാർ മ്യൂസിയം. കറക്റ്റ്. എന്താ ഇതാണ് പയണ എന്ന് പറയുന്നത് കാർ മ്യൂസിയം. നല്ലൊരു ടയറിന്റെ ഷേപ്പാട്ടോ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. വീഡിയോയ്ക്ക് അത് എത്ര ക്ലിയർ ആണെന്ന് അറിയത്തില്ല, നല്ല മഴ മൂടലുള്ളതുകൊണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ കഫറ്റേരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം അകത്തുനിന്ന് കയറി പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അല്ലേ അച്ഛാ? അതിൻ്റെ അകത്ത് അവിടെ ഇത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപർണയും സദ്യം ഞങ്ങളെ പുറകിൽ വരുന്നുണ്ട്. ഞാൻ വെച്ച് ഞങ്ങൾ മുന്നിലേക്ക് പോന്നു. അത്യാവശ്യം വലിയൊരു ബിൽഡിംഗ് ആട്ടോ ഇത്. നല്ല വലിയ ഇതാണ്. ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കാറിൻ്റെ ബൈക്കിൻ്റെ ഒരു ടയർ പോലിൻ്റെ ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ല പയണന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. ഇതിൻ്റെ താഴെയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് കാട്ടുന്നത്. അതേപോലെ തന്നെ മിലിറ്ററി ആൾക്കാർക്കൊന്നും ടിക്കറ്റ് ഇല്ല. പിന്നെ കുട്ടികൾക്കും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞത് നമ്മുടെ മൈസൂർ ഹൈവേ ആണ് ആ കാണുന്നത്. കാണുന്ന മൈസൂർ ഹൈവേ, അത് പാർക്കിങ്. പിന്നെ ഇതിൻ്റെ കഫറ്റീരിയ കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ കുറേ ഇരിക്കാൻ ഇതിനൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റേജ് പോലെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര വലിയൊരു സാധനം തന്നെ കേട്ടോ. എന്താണെങ്കിലും ഉള്ളിൽ കയറി നമ്മൾ നോക്കട്ടെ എങ്ങനെയുണ്ടെന്നൊക്കെ. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഉള്ളിൽ കയറിയപ്പോൾ ഒരാൾക്ക് 50 രൂപ വെച്ചിട്ടാണ് ടിക്കറ്റ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഡിജിറ്റൽ ക്യാമറയ്ക്ക് 100 രൂപ പേ ചെയ്യണം. നമ്മളിത് ഇതിൻ്റെ അകത്ത് കടന്നു വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മിനി മോഡൽ വരുന്നത്. അതായത് കണ്ട ഇതിൽ. അപ്പോൾ ആ കാണുന്ന ഇതിൻ്റെ അകത്താണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ മൈസൂർ ഹൈവേയിൽ നിന്ന് വരുന്നിടത്തും പിന്നെ അത് കഫറ്റീരിയ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത്. സോ അപ്പം ഇതാണ് എൻട്രൻസ് കാണുന്നത്. നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കുന്ന ഒരു കോർണർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ കയറി അതിലേക്കൂടെ വന്നു കഴിഞ്ഞാൽ എവിടെയാണ് ടിക്കറ്റൊക്കെ എടുക്കുന്ന ഒരു കോർണർ വരുന്നത്.
നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് തന്നെ അതായത് ഇതേപോലെ ഒരു പഴയ ഒരു കാറ് വെച്ചിട്ടുണ്ട്. ഡോക്ടർ ഡി വീരേന്ദ്ര ഹെഗ്ഡെ എന്ന് പറയുന്ന ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണിത്. 1962 മോഡൽ വരുന്ന ഒരു വണ്ടിയാണിത്. പിന്നെ ടോപ്പ് സ്പീഡ് കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് എൻജിൻ CC കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ടോർക്ക് എത്ര ഗിയർ ആയിരുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇതാണ് വണ്ടി. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നൊരു വണ്ടിയാണ് ഈ കാണുന്നത് കേട്ടോ. ഒരു ഫുള്ള് ബ്ലാക്ക് കളർ വണ്ടിയാണിത്. 1962 മോഡൽ വണ്ടി. എന്താ അടിപൊളിയാണ് ഈ വണ്ടി. നോക്കാം. നല്ല കിടിലം വ്യൂ അല്ലേ, ലുക്കല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പം എന്താണ് അതിൻ്റെ സ്പെക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളോട്ട് കയറി വരുമ്പോൾ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ എവല്യൂഷൻ ഓഫ് വീൽസിൻ്റെ കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഈ കാണുന്ന നമ്മുടെ വലിയൊരു ചക്രം, അതായത് മിഡ് 90s യൂസ് ചെയ്തിരുന്നത്. മിഡ് 90s അല്ല, 1900 അതിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അതിനുള്ള ചക്രം കാര്യങ്ങളാണ്. ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ലേറ്റ് 1800 യൂസ് ചെയ്തിട്ടുണ്ട്, 1920 യൂസ് ചെയ്യുന്ന ടയറുകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ല, ഇത് നമ്മുടെ കാള വലിച്ചുകൊണ്ടിരുന്ന വണ്ടികൾ പോലെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ വലിച്ചു വെച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി വണ്ടികളാട്ടോ കാണുന്നത്. ഫുള്ള് വണ്ടികളാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ല, അത് കുറേ ഇങ്ങനെ കാർബറേറ്റർ, ഡൈനാമോ, ടർബോ ചാർജർ, പിന്നെ അതേപോലെ തന്നെ മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ്, അതേപോലെ തന്നെ സ്റ്റീറിംഗ് ബോക്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഇവിടെ ഒരു വണ്ടിയുടെ ഒരു ചേസിസും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എഞ്ചിനും അതേപോലെ തന്നെ അവിടെ ഒരു എഞ്ചിനും വെച്ചിട്ടുണ്ട്. അവരുടെയും അച്ഛനും സദ്യമയൊക്കെ മുഴുവൻ നോക്കി കണ്ടോണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇനി മുന്നോട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ പുറകിലോട്ട് നോക്കി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. എന്താണെങ്കിലും നമുക്ക് മുന്നോട്ട് പോയി കണ്ടു നോക്കാം. ആക്ച്വലി ഇത് ടാറ്റ നാനോയുടെ ഒരു ട്വിൻ സിലിണ്ടർ എഞ്ചിനാട്ടോ. ഇത് പെട്രോൾ എഞ്ചിനാണ്. 624 cc ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതൊരു എഞ്ചിൻ കൊടുത്തേക്കുന്നവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് താഴെ വെച്ചിരിക്കുന്നത്. ടാറ്റ നാനോയ്ക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു എഞ്ചിൻ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോഴാട്ടോ അറിയുന്നത്. അതേപോലെ തന്നെ 4 സ്ട്രോക്ക് എഞ്ചിൻ്റെയും 2 സ്ട്രോക്ക് എഞ്ചിൻ്റെയും സോളസ് കാർബറേറ്ററിൻ്റെയൊക്കെ ഒരു ചെറിയ മോഡൽ ഇവിടെ വെച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനായിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുണ്ട്. എഞ്ചിനൊക്കെ ഏതൊക്കെ തരത്തിലുള്ള എഞ്ചിനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ഈ സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ കാളകളൊക്കെ വലിച്ചുകൊണ്ടിരുന്ന കുറേ വണ്ടികളാണ്. ഇത് രാജാക്കന്മാരൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടി, പിന്നെ ലോഡ് കൊണ്ടുപോകാനുള്ള വണ്ടി, അങ്ങനെ കുറേ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ലൊരു കിടിലൻ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. നല്ല അടിപൊളിയാട്ടോ ഈ വണ്ടിയൊക്കെ കാണാൻ വേണ്ടി. ഇതിൻ്റെ എല്ലാത്തിനും ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. MSC 354 മൈസൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതൊരു 1925 മോഡൽ വണ്ടിയാട്ടോ. ഇത് എന്താണെന്ന് അതിൻ്റെ പേര് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. അതിൽ എഴുതിയിരിക്കുന്ന HAT 501 എന്നാണ് എഴുതിയിരിക്കുന്നത്. HAT 501 സോറി, ഞാനത് വായിച്ചപ്പോൾ മാറിപ്പോയതാണ്. Fiat 501 എന്ന് പറയുന്ന മോഡലാണ് എൻ്റെ പുറകെ കാണുന്ന ഈ വണ്ടി കേട്ടോ. നല്ല അടിപൊളി ലുക്കല്ലേ. അതേപോലെ തന്നെ കുറേ വേർഷൻസ് ഇങ്ങനെ നമുക്ക് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഹുഡ്സൺ കമാൻഡോ 6 1947 മോഡൽ USA മെയ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് CYL 551 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. ഇത് ആരും ഉപയോഗിച്ചിരുന്നതൊന്നും എഴുതി വെച്ചിട്ടില്ല. ഇതൊരു ഭയങ്കര വലിയ വണ്ടി കേട്ടോ. കാണാൻ നല്ല അടിപൊളിയാണ്, നല്ല നീറ്റ് കണ്ടീഷനാണ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന വണ്ടികളെല്ലാം റണ്ണിങ് കണ്ടീഷനല്ലാതെ നല്ല പെർഫെക്റ്റ് വർക്കിംഗ് കണ്ടീഷനിൽ റോഡിൽ കൂടെ ഓടിച്ചു പോകാൻ വേണ്ടിയുള്ള രീതിയിലുള്ള വണ്ടികളാട്ടോ. നല്ല അടിപൊളി കണ്ടീഷനായിട്ടിരിക്കുന്ന വണ്ടികളാണ്. അതൊക്കെ എന്ത് രസമാണ് ഈ വണ്ടികളെന്ന് കാണാൻ. ഇതേപോലെ തന്നെ അങ്ങ് ചുറ്റി കുറേ കാഴ്ച നമുക്ക് കാണാനുണ്ട്. ഇതുകൊണ്ടെങ്കിൽ ചുറ്റി ഇങ്ങനെ കുറേ ഉണ്ട്. അവിടെ കുറേ മോട്ടോർ സൈക്കിൾസാണ്. നമുക്ക് ഇതുവഴി താഴത്തോട്ട് ഇറങ്ങി പോകണം. പിന്നെ അതേപോലെ തന്നെ ഇവിടെയൊക്കെ ഉണ്ടോ കുറേ വണ്ടികൾ ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇതൊരു 1928 മോഡലൊരു വണ്ടിയാണിത്. പിന്നെ ഈ കാണുന്ന 29 മോഡൽ വണ്ടി. ഇതിൻ്റെ എല്ലാത്തിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ അത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതുണ്ടല്ലേ ഇതിൻ്റെ ഈ സ്പെക്ക് കാര്യങ്ങളൊക്കെ എഴുതി നോക്കി. ഈ ഒരു വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 129 കിലോമീറ്റർ സ്പീഡാണ്. അതേപോലെ തന്നെ 1000 HP ഹോഴ്സ് പവറും 3000 RPM ആണ് ഇതിൻ്റെത്. എൻജിൻ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു 5522 ഇതിൻ്റെ ഇത് വരുന്നത്. ടോർക്കും അതേപോലെ ഉണ്ട്. 3 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഈ വണ്ടിക്ക് വരുന്നത്.
ഇത് ഏത് മോഡലാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായത്. ആക്ച്വലി കന്നഡയിലാണ് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു 1946 ഫോർഡ് പെർഫെക്റ്റ് E9 3A എന്ന് പറയുന്നൊരു വണ്ടിയുണ്ട്. അത് കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് വെച്ച് നമുക്കിതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. നമുക്ക് നമ്മുടെ ഈ ജനറേഷനിൽ ആർക്കും ഇതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. നമ്മളിങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ട് നല്ല ആൻറ്റിക് പീസസ് ആയിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ കാണുന്നത്. പിന്നെ ഇതും അതേപോലെ തന്നെ മൊറീസ് 8 സീരീസ് എന്ന് പറയുന്നത് 1948 മോഡൽ വണ്ടിയാണ്. ഇത് കാണാൻ എന്തെങ്കിലും ലുക്കാണെന്ന് നോക്കിയാൽ ടയറിൻ്റെ ആ വീലാർച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നതാണെങ്കിൽ കാണാൻ നല്ല അടിപൊളിയാണ്. പിന്നെ ഇത് അടുത്തത് ഫ്രേസർ എന്ന് പറയുന്നൊരു വണ്ടി വരുന്നുണ്ട്. കാണാനൊക്കെ ഭയങ്കര ഹ്യൂജാട്ടോ. അവനൊക്കെ പണ്ടത്തെ ഈ വണ്ടികളൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര വലിപ്പമുള്ള വണ്ടികളായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ വണ്ടീനെക്കാളൊക്കെ ഇരട്ടി ഡബിൾ അരട്ടി എന്ന് പറഞ്ഞാൽ അതേ രീതിയിലുള്ള വലിപ്പമാണ്. നമ്മൾ ആദ്യം കണ്ട അവിടെ കണ്ടേക്കൊരു വണ്ടി ഇവിടെ അതിൻ്റെ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ ഇത് 1947 മോഡലാണ് വരുന്നത്. ഇത് ബിഗ് സീരീസ് 50 സൂപ്പർ 8 എന്ന് പറയുന്നൊരു മോഡലാണ് ഈ വണ്ടി വരുന്നത്. ഇതൊക്കെ കാണാൻ നല്ല അടിപൊളിയാട്ടോ. നമ്മളിതിൻ്റെ അകത്തൊന്നും കയറാനോ തൊടാനോ ഇതിനൊന്നും സമ്മതിക്കത്തില്ല. നല്ല അടിപൊളി വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ അത് ഹൈലൈറ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് അവിടെ നോക്കി നമ്മുടെ പല്ലക്ക് എന്നൊക്കെ പറയുന്ന സാധനം നമ്മൾ ഈ രാജാക്കന്മാരൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് അതേ കൂടെ ഒരു സാധനത്തെ അവിടെ കെട്ടി തൂക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ MW1015 എന്ന് പറയുന്നത് 1930 ജർമ്മനിയുടെ ഒരു വണ്ടിയാണ് ഈ കാണുന്നത്. ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റവും 4 സിലിണ്ടറും പെട്രോൾ എഞ്ചിനായിരുന്നു ഇത്. അതൊക്കെ ഇവിടെ കൊടുത്തേക്കുന്ന ആൾക്കാരുടെ പേര് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. 1930 മോഡൽ വണ്ടിയാണ്. ഇതാണെന്ന് നോക്കി. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ഭയാനകമായിട്ടുള്ളൊരു വണ്ടി കിടക്കുന്ന നോക്കി. ഇത് ആക്ച്വലി ഏതാ വണ്ടി എന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് വേണം നോക്കാം. 1949 മോഡൽ വണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് അതിൻ്റെ സ്പീഡ് കാര്യങ്ങളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 137 കിലോമീറ്ററാണ് മാക്സിമം സ്പീഡ്. 150 ഹോഴ്സ് പവർ ഇതിന് വരുന്നത്. 5460 cc എഞ്ചിനാണ് ഇന്ന് വരുന്നത്. എന്താ അല്ലേ, 4 സ്പീഡ് ഗിയർ ബോക്സ് ആയിരുന്നു ഇതിനുണ്ടായിരുന്നത്. അതേപോലെ തന്നെ 1949 ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡൈൽമർ D36 എന്ന് പറയുന്നൊരു മോഡൽ വണ്ടിയാണ്. അതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ കൊടുത്തേക്ക് നോക്കി. എന്ത് ഭയങ്കരമായിട്ടാണ് അതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ കൊടുത്തേക്ക് നോക്കി. എന്നാൽ ഹ്യൂജാണെന്ന് നോക്കിയാൽ വണ്ടി. ഇത് ഇവിടുത്തെ രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്ന വണ്ടി കേട്ടോ. അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ ഇതിലുണ്ടായിരുന്നൊരു മൈസൂർ രാജാക്കന്മാരുടെ ഒരു ഇതിലുണ്ടായിരുന്നൊരു വണ്ടിയാണിത്, ഡയൽമർ എന്ന് പറഞ്ഞ വണ്ടി. ഇതിൻ്റെ ഈ മിററൊക്കെ കൊടുത്തേക്കുന്നുണ്ടല്ലോ. ഈ ആർച്ച് ബോക്സിൻ്റെ മുകളിലാണ്, വീലാർച്ചിൻ്റെ മുകളിലാട്ടോ കൊടുത്തേക്കുന്നത് മിററൊക്കെ കൊടുത്തേക്കുന്നത്. അതെങ്ങനെ കാണാൻ പറ്റുമായിരുന്നില്ല എന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഒരു ഹ്യൂജ് വണ്ടി കേട്ടോ ഇത്. ഇത്രയും നേരം നമ്മൾ കാറിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കണ്ടു. പഴയ കാറിൻ്റെ കാര്യം. ഇനി നമുക്ക് പഴയ സ്കൂട്ടറുകളുടെ കാര്യങ്ങളാണ്. അങ്ങ് തൊട്ട് പഴയ ലൂണ മാതിരിയുള്ള കാറുകൾ, ചേതക്ക്, വെസ്പ കാര്യങ്ങൾ, ബജാജിൻ്റെ ചേതക്ക് എല്ലാ വണ്ടികളും. നമ്മുടെ കൈനറ്റിക് ഹോണ്ട, പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ ഏത് മോഡലാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എല്ലാം ചേതക്ക് പോലെ തന്നെ. ഇത് വീണ്ടും ഒരു ചേതക്ക്, ഇവിടെ കുറേ ചേതക്കുകൾ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ ഓൾഡ് മോഡലൊരു ബുള്ളറ്റ്. ഇതൊക്കെ ഏത് വണ്ടിയാണെന്ന് മനസ്സിലായി. നമ്മുടെ ഒരു RX100 ഇരിപ്പുണ്ട്. RD രാജ്ദൂത്താണ് ആയിരിക്കുന്ന വണ്ടി. പിന്നെ കുറേ ജാവയുടെ കുറേ മോഡലൊക്കെ വണ്ടിയൊക്കെ ഉണ്ട്. കുറേ വണ്ടികൾ ഇവിടെ ഉണ്ട്. കുറേ ബൈക്കിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഇങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ നമ്മുടെ സെയിം ഒരു ഭയാനകമായിട്ടുള്ളൊരു കാറുണ്ട്. ഒരു 1911 cc ടോപ്പ് സ്പീഡ് 117 വന്നിട്ടുണ്ട് ഒരു വണ്ടിയാണിത്. 1947 മോഡല് സിട്രിയോൺ ട്രാക്ഷൻ അവാന്ത് 11 CV എന്നാണോ അത് IIICV എന്നാണോ എന്താണോ എഴുതിയിരുന്നത് കറക്റ്റായിട്ട് മനസ്സിലായില്ല. സിട്രിയോൺ എന്ന് പറയുന്നത് വണ്ടി പണ്ട് തൊട്ടുണ്ടായിരുന്നു, എനിക്കിപ്പോഴാട്ടോ മനസ്സിലായത്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ വണ്ടികൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും ഞാനിത് മൊത്തം എനിക്കിതെല്ലാം ഇങ്ങനെ കുറേ വണ്ടികൾ കിടപ്പുണ്ട്. ഇതെല്ലാം എനിക്ക് മൊത്തത്തിൽ എനിക്ക് ഇത് ചെയ്തിട്ട് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്നു കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കാര്യം മനസ്സിലാവുള്ളൂ കേട്ടോ. ഈ വീഡിയോയ്ക്ക് ദൈർഘ്യം കൂടുന്നതിനാൽ ബാക്കി ഭാഗങ്ങൾ പാർട്ട് 2 ആയിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം.